لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. التائبون العابدون الحامدون السائحون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الله سبحانه وتعالى ഞങ്ങളെല്ലാവരെയും ഓർമ്മിച്ച് കൂടിയ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ ഞാൻ നിർവഹിച്ച ഈ സുബ്ഹി നമസ്കാരവും ഇൻഷാ അല്ലാഹ് അതിന് നിർവഹിക്കുന്ന നമസ്കാരവും ഇതര എല്ലാ നല്ല പണിയും അതുപോലെ ഇത്രത്തോളം നിർവഹിച്ചതും അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഉണ്ട് നാളെ ക്ലാസ് ഉണ്ട് ലാസ്റ്റ് ഇൻഷാ അല്ലാഹ്. ഇനി റമളാനെല്ലാം കഴിഞ്ഞ് സാക്കി നോമ്പ് 6 നോമ്പ് അതെല്ലാം കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാം ആയുസ്സും ആഫിയത്തും ആരോഗ്യമെല്ലാം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കേൾക്കുക. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ഇതിൽ സൂറത്ത് അത്തൗബയിലെ 112 ആയത്ത് ഓതി. 112. അത് വിശാലമായ തഫ്സീറിലൊന്നും പോണില്ല. അത്യാവശ്യമായ ചില തഫ്സീർ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താക്കാം, ദുആർക്കാം, മടങ്ങാം. റമളാന്റെ സ്വാഗതം ചെയ്യുന്ന ആ ഹൃദയത്തിൽ കൂടി ആ റമളാന്റെ വറവ് നമുക്ക് എന്താക്കാം, സ്വീകരിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ജാഗകൾ പ്രത്യേകിച്ച് 2 കാര്യം ചെന്നു. സ്വർഗ ആർക്ക് തയ്യാറാക്കി വെച്ചത്? ഓൾറെഡി ഇപ്പൊ തയ്യാറായി സ്വർഗം. അഹ്ലു സുന്ന വൽ ജമാഅയുടെ അഖീദ അങ്ങനെ. സ്വർഗ ഖുർആൻ ഓൾറെഡി തയ്യാർ എല്ലാം ഭരിക്കുന്നെല്ലാം ഭരിച്ച് പൈൻറ്റുകൾ ചന്താക്കിയിട്ട് വിട്ട റൂം പേര് തയ്യാറായില്ലേ സ്വർഗത്തെ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പ്രവേശിക്കുന്ന പകലും ബയാനാക്കില്ല. ആരും സുലഭത്തില്ലാത്ത വിഷയം അല്ലാഹു കഷ്ടപ്പെട്ട വിഷയം ചെലുത്തുന്നത്. സൂറത്ത് ആൽ ഇമ്രാനിൽ أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. അല്ലാഹ് പോണ്ടങ്ങ കഷ്ടപ്പെട്ട് രക്തത്തെ സംബന്ധമുള്ള പോലെ ചോര സംബന്ധമുള്ള പോലെ കാശ് കളക്ഷനാക്കി കാശ് ഉണ്ടാക്കി ആവശ്യത്തിന് വേണ്ടി ദീനിൽ ചെലവ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ചെയ്യുന്ന. അതായത് നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജൊന്നും വേണ്ടായിട്ട് അർത്ഥമല്ല. പക്ഷെ ഇത് വലിയ പുണ്യമുള്ളത്. മനുഷ്യന്മാരിപ്പം ബഖീലാക്ക് നോക്കുന്നു, അത് ആയത്തിനെ വേഗ മുൻപടി വെക്കുന്നു. അല്ലാതെ യുൻഫിഖൂന ഇൻഫാഖാക്കലാണ് ചെന്ന ഫിസ്സറായി വന്നറായി കൊശിയുള്ള ടൈമിലും നമുക്ക് കാശ് കയ്യിൽ കുറഞ്ഞെങ്കിലും ആ കുറഞ്ഞ ഒരു ഭാഗം കൊടുക്കുക. അർശത്തെ മുറിഞ്ഞ അർശ പ്രകൃതി അതുണ്ടാവണം. അള്ളാഹു ചെന്നില്ല. അർശ ഇല്ലാത്തങ്ങാണ്ടല്ല, അർശ ഉണ്ടു. അതിലെ ഹിൽമ അമർച്ചോട് കൂടെ അതിലെ താങ്ങല മാനവ സമൂഹത്തിൽ അങ്ങ് അഫ്വാണ്. അത് ദലിത
ഹരിജന ഗിരിജന ബില്ലവും ശരിയവും എന്നുള്ള വ്യത്യാസമില്ലാണ്ട് ശരിയും എന്ത് പ്രമാദം വന്നതിന് അങ്ങ് അള്ളാഹുക്ക് വേണ്ടി മാഫ് ചെയ്യുന്നു. അള്ളാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹ് പരോപകാര മനോഭാവവും പ്രവർത്തനമുള്ളങ്ങളൊട്ടി വലിയ പിരിസ അള്ളാഹ് ആരുടെ പിരിസ മുഹ്സിനീൻ ഇഹ്സാൻ ആക്കാനാണ് വലിയ പിരിസ. സൈക്കിളുണ്ടാവില്ല ഇങ്ങനെ മോശം ഇതൊരു മോത്ത് സ്വർഗത്തങ്ങളെ പകരം ചൊല്ലുമ്പോൾ സൂറത്ത് തൗബ 111 ആയത്തിൽ ഒരു വിഭാഗത്തെ ചിത്രീകരിക്കുന്നത് അനാറ് ഒരു കൂട്ടം മനുഷ്യന്മാരുടെ അള്ളാഹു സുബ്ഹാനഹു സേലാക്കി ചെന്ന തടി സേലാക്കുന്നുണ്ട്. അതേ ഇനിസ്തറ സേലാക്കി സേൽഡായത് ഞങ്ങൾ സോൾഡായ ഒരു കാര്യത്തിൽ പിന്നെ അത് എന്തു ചെയ്യുക നമ്മൾ വാച്ചുകൾക്ക് വിറ്റെങ്കിൽ വിൽക്കപ്പെട്ട വാച്ച് നല്ലതല്ല. പിന്നെ ആ എട്ടാണ് ചില പകരെ ഞങ്ങളോട് വെക്കലുണ്ടായി ജാഗ്രത ഇന്ന് കയ്യിൽ ഇക്കട്ട് ഇന്നെ ഞങ്ങൾ ഭാര്യ ജാഗ്രതാക്കി വെക്കണം. അത് കുംഭാവത്തെ പോലെ പിന്നെ നാമത്തെ പോലെ അതുകൊണ്ട് ഇന്നല്ലാഹ് ഈമാനുള്ള മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് ചില പർച്ചേസ് ആക്കിയിട്ടുണ്ടാവും. എന്തേ അങ്ങനെ തടിയും അങ്ങനെ മുതലും ഞങ്ങൾ മേങ്ങ ഞങ്ങൾക്ക് ഞങ്ങളുടെ തൃപ്തിക്ക് വേണ്ടപ്പോൾ നിങ്ങൾ യൂസ് ആക്കണം. അതേതല്ലുള്ളത് തടിയും വ്യാപാരിയും ബി അന്നലഹമുൽ ജന്ന സ്വർഗത്തിൽ ബദലും. അതിൽ സഹാബാക്കളിൽ പോയിട്ട് ഏജാവും ഹംദ റളിയല്ലാഹു തആല അൻഹു തൻ്റെ പിന്നീട് ജാവു സുഹാഗരാത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജിഹാദിലെ അഭിപ്രായം വന്ന ജിഹാദിലെ വിളി കേട്ട് ഹംദല ആദ്യത്തെ സുഹാനി തൻ്റെ പ്രഥമ ജാവു ചെറിയ വയസ്സും 33 വയസ്സും ആ ടൈമിൽ ഒരു കുതിരമേൽ സഹാബാക്കളെ ഫുൾ റൗണ്ട് ഓഫ് ആക്കി ശത്രുക്കൾ വളഞ്ഞു നിൽക്കുന്നതെന്ന് കേട്ട സന്ദർഭത്തിൽ പുതിയാപ്പിളമാർ ഒരു 14 കല്യാണം ജിഹാദ് പോലെ തീരാൻ നിയമം ഇന്നു. പുതിയാപ്പിളമാർ അപ്പടി അങ്ങനെ ഓടിയോട് പറഞ്ഞാണ്ട് നിയമം ഇന്നു. ഫുൾ ബൂക്ക പോലത്തെ ഡ്രസ് ഇട്ട് ഹല്ലല ബാലു എടുത്ത് ശത്രുക്കളിടയിൽ ഓടിയതും ഈ തടി നല്ലതല്ല നിന്റേത്, നിന്റെ ചോയ്സും മൈ ബോഡി മൈ ചോയ്സ് കൂടെ ഇല്ല, നിന്റെ ചോയ്സ് നിന്റെ തടി നല്ലതല്ല, ഞാൻ ഉണ്ടാക്കിയ മനി. അതുകൊണ്ട് നിന്റെ ദീന്റെ ഏൽവിക്കും നിന്റെ ദീന്റെ ഉന്നതിക്കും നിന്റെ ദീന്റെ ഇഴലായ ദീനെ കലിമത്തു ദീനുക്കും അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ പോവാൻ എന്തുപോയി. പക്ഷെ ശുഹദാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു ബുക്കിട്ടാതെ പൊത്താതെ നോക്കുമ്പോൾ ഹംദല പുതിയ പെണ്ണ് വന്നും റിപ്പോർട്ട് കത്തിയത് അയാൾക്ക് കൂലി ബാക്കിയുള്ളൂ. ഏത് സന്ദർഭമാണ് മലായിക്കത്ത് കുലിപ്പാട് ഹംദലിന് കിട്ടിയ വലിയ ഡിഗ്രി അത് ഹംദത്തുൽ മുസ്ലിം മലായിക്കത്ത് ജനാബത്ത് കുലിപ്പിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ഹംദല. രണ്ടു പേരാണ് ചരിത്രത്തിൽ ഹംദലത്തുൽ മുസ്ലിം. വലിയ ഒരു പാദ്രിയും യഹൂദി പണ്ഡിതനായ ഒരാളെ മോൻ അള്ളല്ലപ്പ ഭാര്യ ഇസ്ലാമിക്ക് എതിർ അള്ളല്ലപ്പ മദീനത്തെ പള്ളിക്ക് എതിർ ഒരു പള്ളി ഉണ്ടാക്കണം, ബാറും തൽവാറും എല്ലാം കൊണ്ടുവന്ന് വെച്ച് മോമിനിയുടെ ഇടയിൽ ഫിത്ന ഫസാദാക്കി വെവ്വേറെ ഗ്രൂപ്പാക്കണം എന്നുള്ള ചിന്ന ആമിബിന് റാഹിബ് അള്ളല്ലപ്പ. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റാഹിബും ആ പാതിരിന്റെ ഇന്ത്യത്തോടു കൂടി വലിയ ലോകത്തിൽ വലിയൊരു ആലം ഉണ്ടാക്കി. അത് ഹംദലത്തുൽ ഗസ്ലി നാം ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു പിന്നെ അങ്ങോട്ട് അതെല്ലാം തഫ്സീലാക്കി പോകണ്ടല്ല. അപ്പൊ സ്വർഗത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ ബദലിൽ ഞങ്ങളെ തടി ചൊല്ലുമ്പോൾ കേവലം ഈ ബോഡി മുള്ളല്ല, ഈ അസ്ഥിയല്ല, പിന്നെ ഞങ്ങളുടെ വിചാര വികാര ഞങ്ങളുടെ എല്ലാം അത് പറ്റി അല്ല. അപ്പൊ ഞങ്ങൾ പ്രത്യേകമൊന്നും അതിനെ ജാഗരിക്കണം, ഇസ്ലാമികമായ ആ ചിന്തയിലും ഇസ്ലാമികമായ നിലനിൽക്കൊണ്ട്
ഈ മനുഷ്യന്മാരെ ബകയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കണില്ല. സ്വർഗത്തിന് വേണ്ടി പോരാടി ഗന്ധിത്ത് സ്വർഗത്തെ ആറിട്ട് അന്ന് ചൊല്ലി പിന്നെ ഒരു നിങ്ങൾക്ക് വേണ്ടില്ലേ ഇങ്ങനെ മദീനത്തെ പള്ളിയിലെ ബാക്കിയങ്ങ അയറ്റിക്കുക. ഹജ്ജ് വർഷം പോയിക്കൊണ്ടിരുന്ന മേമ ഉംറ വർഷം ഉംറാക്കിയമ്മ ആരെ തിക്കോണ്ടൊരു ചിന്ത വേണ്ടില്ലേ. ഇത്ര പേര് അള്ളാഹു കൊടുത്ത് ഇങ്ങനെ ആര് അത് നമ്മൾ ചൊല്ലുന്നത് التائبون العابدون الحامدون എന്നും ശരി മിഷ്ടി വന്നപ്പോൾ തൗബാക്കിയ തൗബത്തെ അർത്ഥാണ് റുജു ടർൺ ഓവർ മടങ്ങുക. തൗബയിൽ ഇങ്ങനെ ആറുമായിട്ട് ഒരാളല്ല തൗബ. തൗബ തൻ്റെ മനസ്സിലുള്ള ബടക്കത്തരത്തെ താൻ റുജു അവർ മടങ്ങുക. കഴിഞ്ഞാൽ താൻ ഇല്ല. ഇത് തൗബാൻ പേര്. സൗപ്പ കാണുമ്പോൾ ഒരു മുക്കുരിക്ക് പണ്ടോ തെക്കലോ പെണ്ണിങ്ങളെല്ലാം ലേസിട്ടിങ്ങനെ തെച്ചത് ഒക്കെ സമാജമല്ല തൗബ. അത് കാലക്രമേണ ആരോ ഉണ്ടാക്കിയത്. അവനോട് തൗബ, അവൻ്റെ ഡൈരി, അവൻ്റെ ചരിത്രം, അവൻ്റെ രഹസ്യം, അവൻ്റെ സീക്രട്ട് മാറ്റർ, അവൻ്റെ അത്ര പിന്നെ ആർക്ക് പിടിവില്ലേ? അത് അള്ളാഹ് ഏറ്റവും ഇത് മാത്രമേ കൊണ്ടില്ല. അതല്ല അവനെ അള്ളാഹ് ചോദിച്ചു ഇങ്ങനെ ആക്കിയില്ലേ, ആരും തോന്നിക്കില്ല. ടോട്ടലി ഒരു തോമ്പ് എഴുതിയുണ്ടാക്കിയ തോമ്പല്ല തോമ്പ. ഇവിടെ അള്ളാഹു ചോദിച്ചു ഈ സ്വർഗത്തെ മനുഷ്യന്മാര് അത്തായിബൂന. നമ്മൾ കേൾക്കുമ്പോൾ എന്തിനാ പാവത്തെ വിഷയമുള്ളൂ. അള്ളാഹ് റസൂലുള്ളാഹി நான் ஒரு நாளுக்கு எழுவப்பட்டு இஸ்திக்ஃபார் ஆக்குறாரு. முஹம்மது ரசூலுல்லாஹ் ஸல்லல்லாஹு அலைஹி வஸல்லம் ഒരു നാൾക്ക് എഴുവപ്പെട്ട എന്തിനാ തപ്പില്ലാത്ത ദോഷരഹിതനായ ദോഷമില്ലാത്ത ദോഷ കാണാത്ത ഒരു കറാത്ത് പോലും കാണാത്ത മുഹമ്മദ് റസൂൽ എഴുവപ്പെട്ട അസ്തഗ്ഫിറുല്ലാഹ്. എന്തെങ്കിലും വൈചാരികമായി എന്തെങ്കിലും കണ്ണിൽ കാണാത്ത കാതിൽ കേൾക്കാത്ത എന്നെ ഉദിപ്പു ചില ഹൃദയത്തിലുണ്ടാവുന്ന ഉദിപ്പുകളും ദോഷയിട്ട് പരിഗണിക്കപ്പെടുമ്പോൾ അതിനെ ബഗിലും ഒരു തൗബ ഇസ്തിഗ്ഫാർ. എത്ര 1000 ഉണ്ടില്ലേ? 1000 നോട്ട് വെളുക്കത്തിൽ ഞങ്ങൾ ഉണ്ടാവില്ലേ? നിങ്ങളാൽ വ്യഭിചാരം ചെയ്യലും വ്യഭിചാര സിദ്ധതകളും വ്യഭിചാരത്തിന് ആഗ്രഹോക്കുകളും അയാൾ ഉണ്ടാവില്ലേ? നോട്ടത്തിൽ തൗബ വേണം. ഈ സ്വർഗത്തിൽ കിടന്ന മനുഷ്യന്മാരെ ഒരു സർട്ടിഫിക്കറ്റ് അള്ളാഹു ആക്കി വെച്ച എന്തിലും എന്തിലും അത്തായിബൂന തൗബത്തെ ഒരു ശീലം കിട്ടി. ഫസ്റ്റ് ചെല്ലുമ്പോൾ അത് നമ്പർ 1 അങ്ങ് എന്തിനിട്ട് തൗബ. എൻ്റെ വിഷയം എന്നെ പൽക്കവാനി പോകുമ്പോൾ മദീനത്ത് 13 വർഷം മുഹമ്മദ് റസൂലുള്ളാഹ് എല്ലാ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ പോയിക്കൊണ്ടിട്ട് എല്ലാ മീറ്റിങ്ങും ലാസ്റ്റ് ചോദിച്ചു നിങ്ങൾ മീറ്റിംഗിൽ ഞങ്ങളെ ബോധ്യരാ സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക് ചൊല്ലിട്ടേ പോകണം. എന്താ റസൂലേ ഇന്നാളത്തെ മീറ്റിങ്ങിൽ അത് ഇന്നില്ലല്ലേ? ഇന്നാൾ ഞങ്ങൾ സർക്കിൾ മീറ്റിംഗ് കൂടി അതിലില്ലേ? ഇപ്പൊ ജിബ്രീൽ ബന്ധ ശബ്ദ് നിങ്ങൾ എനിക്കുമ്പോൾ ചില മിസ്റ്റേക്ക് നിങ്ങൾ ഉണ്ടാവുള്ളൂ. അവിടെ ഒച്ചപ്പാട് ചൊല്ലു മലയാളത്തിൽ കോലാഹലം. അതിന് ഒരു മഗ്ഫിറത്തായ നിലയിൽ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് അങ്ങനെ ചെല്ലാണ്. ഇല്ല ചില ഓർഗനൈസേഷൻ ചെമ്മൂത്തുൽ ജമാഅത്തെ ഇസ്ലാം ഞങ്ങൾ അറാക്കി അർക്കാൻ മീറ്റിംഗ് തബ്ലീഗ് ജമാഅത്തിന് അങ്ങനെ ഇത് ചില സ്വഭാവമാക്കി വെച്ചിരുന്നു. ഹക്കീകത്തിൽ എല്ലാവരും ചെല്ലണ്ടേ? അതിൽ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ തബ്ലീഗ് ജമാഅത്ത് എല്ലാവരും ആക്കേണ്ടത്. അള്ളാഹു ശ്രദ്ധിച്ച് എനിക്ക് പോകുമ്പോൾ നമുക്ക് പിടിയാവും. അത് ഒന്നാമത്തെ നമ്പർ 1 തൗബ. അതാണ് ജാഗ്രത. നോമ്പുണ്ട്. തൗബ ചൊല്ലുന്നു ഉള്ളമേ നോമ്പ് കൂട്ടും ഒരു ഞങ്ങൾ മറ്റ അതൊരു ചെയ്യാറുണ്ട്. അതും തപ്പും. തൗബത്തേക്ക് ഇതില്ല. എന്തിനില്ല? അജ്ജലൂബി തൗബ ഖബ്ലൽ മൗത്ത്. മരണത്തിന് മുന്നിൽ നീ തൗബത്തെ കബൂൽ അജിലത്താക്കുക. നമ്പർ പാക്കും. അള്ളാഹു മാഫാക്കും. എല്ലാ
എല്ലാം മാഫാക്കണം, ക്ലീൻ ചിറ്റ് എല്ലാം മാഫാക്കുക. ആദമൊരു ഹക്കില് അല്ല മാഫാക്കില്ല. ഒരു മനുഷ്യബന്ധമായ ഹക്കുണ്ടല്ലേ, അടിച്ചത്, പിടിച്ചത്, പുറത്ത് കൊടുക്കാത്തത്, പുറത്ത് കേൾക്കാത്തത്, ഇതിനെ ಬಗ್ಗೆ നാളെ വിചാരണ ബാഗാവും. അവരുടെ പേര് മുഫ്ലിസ്, ദിവാലി കോറ ആക്കിയുണ്ട്. നിസ്കാരത്തല്ല ಯಾರು ಕೂಡ ಇಪ್ಪನಕ್ಕೆ ಓರ್ಮ್ಯಾವಿಲ್ಲ, ಎಷ್ಟೇ ವರ್ಷ ನಿಸ್ಕರಿಸಿದೆ ಇಲ್ಲ. ಇಪ್ಪ ಖಿಯಾಲ ಇರಿ ನಾ ಇಸ್ಲಾಮಿಕ್ ಸ್ಟಡಿ ಸರ್ಕಲ್ ಹೋಗಿಕೊಂಡಿಲ್ಲ, ಅದಕ್ಕೆ ಬೋಧ ಇರಿ ನಿಸ್കരിಕೊಂಡು ಒಂದ ನಿಸ್ಕರಿಸಿ ಮಯ್ಯಾವು. ಇನ್ನೇ ಚೌವಾಸಗಾಲ ಒಂದು ಕಣ್ಕೂಟಂಡ ಒರೇ ನಿಸ್ಕಾರ പോയി, ഒരു 5 വർഷം നിസ്കാരം പോയി. കുട്ടികൾക്കെല്ല ഈ ഫറലൊട്ടിക്ക് ആ ഫറൽ, ഈ ഫറലൊട്ടിക്ക് ആ ഫറലാക്കി ഇങ്ങനെ തറാബിയ പകരം ഒരേ ഫറൽ നിസ്കരിക്കാം. പക്ഷെ അള്ളാഹ് മാഫാക്കുക എന്തെങ്കിലും വിഷയം. അള്ളാഹു വലിയ വിഷയാക്കില്ല. ആദം ഒരു ഹക്ക്. ആദം ഞാൻ പ്രത്യേക ഒരാളെ പേര് കൂടെ പാണമുള്ള ഒന്നടിക്ക് നിർത്താതെ പേരല്ല ആദം. ആദമിനെ എല്ലാവരും അബ്ബ ഇബുന ആദമ, ആദം മനുഷ്യപുത്ര. ഞങ്ങളെല്ലാവരും ആദമിന്റെ മക്ക, ബനി ആദം. എന്തെങ്കിലും ലവലേശ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമ കൊടുക്കൽ, ക്ഷമ മേങ്ങൽ. അതുപോലെ എന്തെങ്കിലും ഒരു 1000 രൂപ പണ്ട് മേങ്ങൽ അതിന് തിരിച്ചു കൊടുക്കൽ, അത് കൊടുക്കുക 1000 പുറത്ത് കേൾക്കൽ, മാഫാക്കിയപ്പോൾ നീ ചൊന്നത്. അതല്ലെങ്കിൽ ഒരു ടൈം യാറ് കേൾക്കൽ, തൻ്റെ തെലുത്തിലാക്കി 5 തിങ്കൾ 5 വട്ട 200 രൂപ തന്നെ 1000 തീരല്ല തൻ്റെ. അങ്ങനെ ഖുർആൻ ചൊന്നത്. ആരെയും അവഹേളനാക്കണ്ട, നീ കടകൊടുത്തിക്കമയ്യാവും, നിനക്ക് ആവതാക്കിയ നാണ്. അവൻ്റെ നീ മാർക്കറ്റിലോ പബ്ലിക് ജാഗയിൽ അവഹേളന കൊത്തിയ അവൻ ടൈം വെച്ച് കൊടുക്കണം. ആര് അള്ളാഹ് വാട്ട് സൂറത്ത് ബക്കറൽ ഞങ്ങൾ എൻ്റെ കാലത്താളോ അതല്ല അവിടെ മര്യാദയല്ല. അതുകൊണ്ട് തൗബ എന്നുള്ളത് അത് വരും. സെക്കൻഡ് അള്ളാഹു ചെന്ന അതിൽ ഞങ്ങൾ പിന്നെ ദ്വാരക്ക് പോകണ്ട. ഇതെല്ലാം ഏത് പോണ്ടത്? സ്വർഗത്ത് പോലെങ്ങൾ പോകണമെങ്കിൽ ക്വാളിറ്റി അങ്ങനെ സിഫത്ത് അള്ളാഹു ഞങ്ങൾക്ക് ചെലുത്തണ്ട. ഇങ്ങനത്തെ അങ്ങ് പോയില്ലേ ഞങ്ങൾ വേറെന്തോ എല്ലാം ജിഹാദ് ഇന്നങ്ങ അള്ള ചെന്ന യുക്തലൂന ഫയക്തലൂന അങ്ങ് ആ കൗമിലെ അവശ്യ ബന്ധങ്ങൾ ശത്രുക്കൾ എടങ്കേറി ചെയ്യുമ്പോൾ കത്തലുമാക്കിയാൽ കത്തൽക്ക് വലിയായില്ല. ഒമൻ ഔഫാ ബി അഹ്ദിഹി മിനല്ലാഹ്, അള്ളാഹിനേക്കാൾ ചന്തത്തിൽ ജസാ കൊടുക്കണം പിന്നെ ആറില്ലേ. അത് വഅദൻ അലൈഹി ഫി തൗറാത്തി വൽ ഇൻജീലി, ഇൻജീലും തൗറാത്തിലെ രേഖപ്പെടുത്തിയ കാര്യമാണ് അള്ളാഹു ചൊല്ലുക. ഈ ആയത്ത് കൊണ്ട് നോക്കി പോകണം. നിങ്ങൾ നോക്കൂ, റമദാൻ വരുമ്പോൾ അത് ഇത് വായിക്കണ്ട, എല്ലാം കുറച്ചിട്ട് ഖുർആൻ ഷരീഫ് കന്നഡത്തിലുണ്ട്. ഇപ്പം സുലഭ 4 കേട്ട് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. അങ്ങ് പഠിച്ചോളൂ. നിന്റെ അറബി ഭാഷ മക്കത്ത് വന്ന് മുഹമ്മദ് നബി അറബി, ഞാൻ എത്രയോ 1000 കിലോമീറ്റർ ദൂരെ ഇന്ന ഒരാൾ, എൻ്റെ ഭാഷ തുളു, എൻ്റെ ഭാഷ ಬ್ಯಾರಿ, ನನ್ನ ಭಾಷೆ ಮಲಯಾಳ, ನನ್ನ ಭಾಷೆ ಮಲಾಮೆ ಎಂದು ಚಂದುಕಾನಿ ಅವಾಗ ಅತ್ತಕ್ಕ ಆಯಾತುನ ಫನಸೀತ. ನನ್ನ ಆಯಾತು ನಿನ್ನೆ ಮುಟ್ಟೆ ಬಂದപ്പോൾ നീ അതിനെ ഇൻകാരാക്കല്ലേ, അതിനെ നീ മറന്നു കളഞ്ഞല്ലേ, നീ അതിൽ എന്നും കെയർലെസ് ആയി പോയല്ലേ. അത്തത്തിക്ക നല്ലത് വന്നതായത് അവർ ട്രാൻസ്ലേഷൻ ഉണ്ട്. ആ ട്രാൻസ്ലേറ്റ് നോക്കി എന്താക്കാൻ എനിക്ക് മനസ്സിലാക്കാം. സൂറത്ത് തോബ 111 എന്തിനു ചൊല്ലു, 112 എന്തിനു ചൊല്ലു, 112 ആയത്ത് നല്ല വായിക്കുമ്പോൾ സാധ്യത. രണ്ടാമത്തെ സിഫത്തല്ല ആബിദുൻ. ആബിദിൻ ചൊല്ലുമ്പോൾ കേവലം ഇങ്ങനെ അർത്ഥം വെച്ചത് ഏനെ ഇബാദത്ത് എടുക്കുന്നതാണ്. തസ്ബീഹ് മാല പിടിച്ച് അവ സപ്പ് വെച്ച് തസ്ബീഹ് മാലക്ക് നങ്ങ് ഇതിലിങ്ങനെ വരും, ആവശ്യം പിടിക്കട്ടെ. പക്ഷെ അങ്ങനത്തെ ഒരു കോല സൂഫിസം ഇസ്ലാമിലില്ല. അല്ല ആബിദുൻ. രണ്ടാമത്തേത് ഇബാദത്ത് എടുക്കുന്നത്. ഭാഷണയിൽ ഒരു മനുഷ്യ ബുലൂഗായാൽ പിന്നെ അവൻ എപ്പം പ്രസവിക്കുമേ അള്ളാന്റെ അടിമ, അബുദിനെ അള്ളാന്റെ അടിമ, ഉടമ അവകാശമുള്ള അള്ളാഹ്ക്ക് മാത്രം. ഓൻ ഇങ്ങനെ ഉണ്ടാക്കിയില്ലേ ഒരു ചെറിയ കിടാവ് പോലെ. അത് നിങ്ങൾ എന്തെല്ലാം പണിയുണ്ട് അതെല്ലാം അള്ളമെല്ലാം ആക്കിയത്. ഓൻ്റെ ഉമ്മ അപ്പനെ ഫുൾട്ടും പോഷകാംശ ആഹാരം, ഓർക്ക് നല്ല എനർജിക്ക് വേണ്ടിയുള്ള വസ്തുക്കൾ ആര് കൊടുത്തു? അല്ലല്ലേ കൊടുത്തു. എന്നിട്ട് എല്ലാം പോയിട്ട് ആ ശുക്ല പിന്തുണ ഒരു മനുഷ്യ ലോകത്തെ ഒരു മാനവനാക്കി അള്ളാഹു ദുനിയാവ് കെടുത്തല്ലേ. അല്ലാതെ ഞങ്ങൾ ഞങ്ങൾക്ക് പേര് അബുദു, അബുദു ഞങ്ങൾക്ക് പേര് അബുദു. അല്ല ഞങ്ങളെ
അവകാശിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ യജമാന മാലിക്. അപ്പൊ ഞങ്ങൾക്ക് പേര് അബുദ്. അബുദാകുമ്പോൾ ഞങ്ങളുടെ പണി ഇബാദത്ത്, എല്ലാ പണി. ഒരു കല്ല് പറക്കി തെരിഞ്ഞിട്ട് ശത്രുക്കളെ കാലിൽ തറക്കണ്ട. എൻ്റെ എതിരാളി പണ്ട് പേരോട് കുപ്പിനോടുണ്ടാഞ്ഞ ആ പശവയെ അവന് പശവാവ തീരാച്ചൊന്ന് ചിന്തനിക്ക് വേണ്ട. നീ ആ കുപ്പിനോട് എടുത്ത് ആ മൂലിക്ക് എരിയുന്നുണ്ട് അള്ളാഹ്. നീ അന്ത അബുദ്, നീ അള്ളാന്റെ അടിമ. നിന്റെ ആ പണി ഇബാദത്ത്. അത് ഒന്നും വേണ്ട, ഇവിടെ ദിക്കു തിരിയണ്ട. ആ കുപ്പിനോട് കണ്ടപ്പാഴെടുത്തപ്പറേ പെരോൾ പണ്ട് നിങ്ങളുടെ ശത്രു. അവൻ്റെ കാല ബച്ചവാവട്ടെ. അവൻ്റെ കാല ബച്ചവാവണം ഈ ബയക്കെ ഉദ്ദേശിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ എടുത്തപ്പറേ, അതുകൊണ്ടല്ലേ മദീനത്തെ ഒരു 1000 ചില്ലാന ആളുകളെ കൂട്ടി ഉപ്പുറത്ത് പോകുമ്പോൾ ഏതോ ഒരു ആട് അവിടെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്ന കണ്ടപ്പോൾ സഹാബത്തിൽ അള്ളാഹ് സ്റ്റോപ്പാക്കി നിൽക്കും. നല്ല തെരു ചേഞ്ച് ആക്കണം. ഇല്ല ആടിനെ കുഞ്ഞു ആടുകൾ പേടിച്ചു പോടും വലിയ പട്ടാള കാണുമ്പോൾ. അതുകൊണ്ട് ആടിനെ ആ മുലക്കൂടി സംബന്ധത്തെ ഇല്ലാണ്ടാക്കേണ്ട ഒരു ദിക്കിലേക്ക് ഇങ്ങനെ ഉംറ കൊള്ള ഇങ്ങനെ മദീനത്തെ മക്കത്ത് പോകുമ്പോൾ ഒരു കുട്ടിയുടെ ദിക്കിൽ ഒരു ആട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്ന കണ്ടപ്പോൾ തെരു ചേഞ്ച് ആയിട്ട് അള്ളാഹ് സ്വാമി ഇന്നത് അതിന് ഉമ്മ അത് കൊടുക്കൽ ഹക്ക്, മക്ക കുടിക്കലും ഹക്ക്. ഞങ്ങൾ ഈ മനുഷ്യരേക്ക് കുന്തും ഹൈര ഉമ്മ ചൊല്ലുന്നത് ഉപദ്രവകയാണ്. എങ്കിൽ ഇസ്ലാം ദീൻ മനസ്സിലാക്കിയ പോലെ എന്തോ ഒരു കൊറിയ പൂജപ്പാട്ട് കൊറിയ അത് ഇത് ഇത്രേ ഉള്ള ബാക്കി ജവാബ്ദാരികൾ ഞങ്ങൾക്ക് ഇല്ലാണ്ട് ബാക്കി. അപ്പൊ ഞങ്ങൾ ഇബാദത്ത് ബഹുനിസ്കാര ഇബാദത്ത് എല്ലാം ഇബാദത്ത്. പക്ഷെ ഞങ്ങൾ തടിയെ ഇബാദത്ത്, അവിടുത്തെ പട്ടയിട്ട് നടക്കുന്നു ഇബാദത്ത്, ചെലുത്ത് ഇബാദത്ത്, കാഴ്ച ഇബാദത്ത്, കേൾവി ഇബാദത്ത്, ഞങ്ങൾ പ്രവർത്തന ഇബാദത്ത്. അപ്പൊ പേരാണ് ആബിദു. അങ്ങ് അല്ല ആബിദുനായിട്ട്. പിന്നൊന്നും അല്ല ഹാമിദൂന. എന്തിനാ ഹാമിദൂന? ഹംദ് ചെയ്യാൻ. അൽഹംദുലില്ലാഹ്. എങ്ങനെയുണ്ടപ്പ നിന്റെ അപ്പ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ്. പിന്നെ ശരി ശരി തീരാണ്ടിന്നാൽ അപ്പ കിട്ടും അൽഹംദുലില്ലാഹ്. ഞങ്ങൾ ചോറിൻ്റെ മാത്രം അൽഹംദുലില്ലാഹ്. ചോറും 4 വട്ട് ബിരിയാണി ഉണ്ടപ്പോൾ അൽഹംദുലില്ലാഹ്. അല്ല ഒരു ഫ്രൈറ്റ് ഫുള്ള് അടിച്ചിട്ട് ഇനിയുണ്ട് നോക്കൊരു ടൈം അൽഹംദുലില്ലാഹ്. ഇങ്ങനത്തെ ഹംദല്ല ഹംദു എല്ലാ സമയത്തും ഉള്ളപ്പം ഇല്ലാത്തപ്പോൾ അൽഹംദുലില്ലാഹ്. അത് ഓർമ്മയാക്കി അള്ളാഹു തുമ്പപ്പോൾ അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഹംദ് അള്ളാഹ്ക്ക് സ്തുതി, അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ നോമ്പ് പിടിക്കുന്ന വിഷയം റുക്കൂ സുജൂദ് അതുപോലെ കാര്യത്തിൽ വിഷയം അതിൽ പണ്ട് ഒത്തിരി ജീവനത്തിലായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് 1 വർഷം 2 വർഷമായിട്ട് ക്ലാസ് നടത്തി. 3 വർഷം ഇവിടെ ക്ലാസ് നല്ലത്തമാക്കിയാണ്. നിങ്ങളെല്ലാം ബദലാണ്. ഇത് അള്ളാഹുള്ള സാക്ഷി, ഞങ്ങളെല്ലാവരും സാക്ഷി, എല്ലാവരും സാക്ഷി. ഞങ്ങളോട് കുറച്ച് ഞങ്ങൾ ആരെ കുറവുള്ളില്ല. മനുഷ്യനായതുകൊണ്ട് ഞങ്ങളെല്ലാം ഭാര്യ കറക്റ്റ്, ഭാര്യ സമം. ഞങ്ങൾ എത്ര പ്രിയൊരാൾ ഇനിയില്ല, ആരും ഇല്ല. അങ്ങനൊന്നുമില്ല. ആര് കുറവടി ഉണ്ടു സമ്മതിക്കും. ഞങ്ങൾ ആർക്കുണ്ട്. ഞങ്ങൾ ഇസ്തിഗ്ഫാറിന് അവകാശപ്പെട്ടു. അതങ്ങനെ ചെയ്തുകൊണ്ടേ വരും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മിക്കാരെ ഒരേ ജാതി ചെന്ന സൂറത്ത് അൻഫാൽ എന്തിനായിരുന്നു? ഒന്ന് മുഹമ്മദ് നബി നിങ്ങളൊട്ടിയ ഉള്ള കാലത്തോളം നിങ്ങൾക്ക് ഒരു പ്രകൃതി വികോപമായ ഒരു വലിയ ആപത്ത് വണ്ടിയില്ല. സുണ്ടര കാലി വന്നിട്ട് ഈ മഞ്ചി നിന്നെ പൊടി വാന്തഫീയും നിങ്ങൾ ഇക്കിനോടത്തോളം അങ്ങനത്തെ ആപത്തില്ല. അതിലെ കീഴില് അങ്ങനെ മറ്റേ ഇസ്തിഗ്ഫാർ ഉള്ളിടത്തോളം അങ്ങനെ അല്ലാഹു വശവാക്കുകയാണ്. ഇമാം രാജ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു ഈ ലോകത്തെ വഫാത്തായിട്ട് പിന്നെ ലോകത്തേക്ക് റിസാലത്തിനെ ബർക്കത്തായ ദഅവത്ത് ബാക്കിയാക്കിയ അല്ലാഹു ദാവശനികൾ ആ റിസാലത്തിനെ തേട്ടനുസരിച്ച് മാനവ ലോകത്തിൽ റിസാലത്തെ ബർക്കത്തിന് എട്ടുപാടി കൊടുക്കുക. അത് തബ്ലീഗ് എട്ടുപാടി കൊടുക്കുക. അത് അള്ളാഹു ബാക്കിയായി. നബി ഞങ്ങൾ നബിയാവണമെങ്കിൽ ആ റിസാലത്തിന് അതേ ജാഗയിൽ പിന്നൊന്നും അള്ളാഹു ബാക്കിയായി ഖിയാമത്ത് തോന്നുന്നു. ഇമാം രാജ് എന്നത് അവിടെ കൊണ്ടു ആയത്തുള്ള
ഇത് കിട്ടില്ല. നിങ്ങൾ ഇസ്തിഗ്ഫാർ ഉള്ളിടത്തോളം നിങ്ങൾ അള്ളാഹു കൈകൊള്ളുന്നതാണ്. ഇസ്തിഗ്ഫാർ ചെറിയ വിഷയമാണ്. ഇസ്തിഗ്ഫാർ എന്തിനെ ചൊല്ല അല്ല, ഇഖ്ലാസോട് കൂടെ അസ്തഗ്ഫിറുല്ലാഹ്. അത് നിസ്കാര കഞ്ഞപാട് അസ്തഗ്ഫിറുല്ലാഹ്. എന്തിന് നിസ്കാര കഞ്ഞ തപ്പെന്തിനാക്കി ആ ഒരു 8 മിനിറ്റ് 6 മിനിറ്റ് എന്ത് അപ്പാക്കി? ഇമാം ബുഖാരി ഹദീസ് സലാസമറ അള്ളാഹു റസൂൽ 3 വട്ട നിസ്കാര കഞ്ഞപാട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. എന്തിനു വേണ്ടി? ചിന്തിക്കേണ്ട വിഷയമല്ല. എല്ലാവരെയും ആരെങ്കിലും എതിരുണ്ട ആ വിഷയത്തിൽ? ഏത് സംഘടന എതിരുണ്ട? മദ്ഹബ് എതിരുണ്ട? ഇല്ല. നിസ്കാരത്തിൻ്റെ അവസ്ഥ അത് ആ അസ്തഗ്ഫിറുള്ള എന്ത് വേണ്ടിയുള്ള ഒരു കാര്യം ഒരാൾ നിർവഹിക്കുമ്പോൾ അയാളെ ഒന്നിക്ക് നാലൊരു പൂർണ്ണത്തെ നേടിയാൽ നാം മാത്രമാണ്. ഏതൊന്നാകുമ്പോൾ ഒരു അഹങ്കാര മനോഭാവന, അത് അഹങ്കാരത്തെ ഒരു ചൊയ, ഒരു എസൻസ്, അതിനൊരു ഒരു കാര്യം അയാളെ കൽക്കുലിക്ക് നിസ്കരിക്കാത്തങ്ങളെ കാണുമ്പോൾ നിസ്കരിച്ച പിരിസത്തിൽ അയാൾ നിസ്കരിപ്പാടിന് പകരം ഈ നിസ്കരിക്കാത്തവന്റെ മേൽ പ്രഹാരാക്കുക, അല്ലെങ്കിൽ പറയുക, അല്ലെങ്കിൽ അവൻ്റെ ഇൻസാക്കാക്കുക, അവന് പിരിസാക്കുക. മുഹമ്മദ് റസൂലിനെ പിരിസാക്കി, നല്ല പിരിസായ. അതുകൊണ്ട് അങ്ങനെ നിസ്കരിച്ചത്. പിന്നെ അങ്ങനല്ല നിങ്ങൾക്ക് എന്തൊരു നായി ഭാവം, എന്തൊരു അമുക്കുള്ള ഭാവം ചൊത്താവ ബേജാറാവും. ചിലപ്പോൾ ആൾമാർ തൻ്റെ മോൻ്റെ ഫ്രണ്ട് സർക്കിളിനെ ഇടയിൽ അവനൊരു അഭിമാനമില്ല, മോണക്ക് അങ്ങനെ ഒരു അഭിമാനം. അവർ ചില കുശലമായ ചില പ്രവൃത്തി, അവൻ്റെ സ്കിൽ, അത് പിന്നൊരാൾക്ക് ചില മോജുള്ളതായിരിക്കും. അതിൻ്റെ അബ്ബറി പറിച്ചൽ, അതാണ് കത്തിഫിൽ. നീ ആരെ അബ്ബ, നീ എന്ത് വേണം? കൽ ലത്തീഫിൽ അബു, സ്മൂത്തുള്ള എത്തനുള്ള ഒരു പിതാവായിട്ട് വർത്തിക്കും. ഒരിക്കലും ഗലാട്ടെല്ലാം ബേജാറാവും. എൻ്റെ മോൻ നിസ്കരിക്കുന്നൊരു ഭയಕ್ಕೆ ഉദ്ദേശം എനിക്ക് ಬೇರೆ നിന്റെ അഭിപ്രായമില്ല. പക്ഷേ നിന്റെ മറ്റ ബടിക്കെട്ട് അത് അവൻ്റെ മുതಲು മേൽ പ്രഹാരാക്കല വേണ്ട എന്നുള്ള റസൂൽ. മദ്രസ മാലിന്യം, സ്കൂൾ ടീച്ചേഴ്സും മാസ്റ്റർമാരെല്ലാവർക്കും ഒരു ബോധന കൊടുത്തുള്ള റസൂൽ. മക്കളെ നിങ്ങൾ ക്ലാസ് വന്ന പാട്ട് അവർക്ക് വലിയ പേടിപാട്ടുണ്ട്. ആരെ? അള്ളാഹുലെ പേടിപാടണോ? എൻ്റെ ഏത് സീസിയും അത് പിടിക്കലേ. സീസിന് എന്തെങ്കിലും കൃത്തക്കാക്കിയിട്ട് അതിനെ മരമാറ്റി സാധ്യതയുണ്ടോ? ഒരു സീസി ഉണ്ടോ? അത് അള്ളാഹു എന്നൊരു പേടി. നാളെ ഉസ്താദുമാർ വ്യാചാരിച്ചുള്ള വലിയ ഒരു സമ്മേളനത്തിലൂടെ കുണിയിടത്ത് നാളെ 2-4 ഒന്ന് നോക്കുകയുണ്ട്. പക്ഷെ അങ്ങനെ സ്പീച്ചെല്ലാം എന്തെത്തി നോക്കുന്നു. ചിലക്ക് നല്ല സ്പീച്ചെല്ലാം RSമാരെ സ്റ്റേജിലിരുത്തു, കമ്മ്യൂണിസ്റ്റുമാരിരുത്തു, ചില സംഘടന മാത്രം ടാർഗറ്റാക്കി വർക്ക് പറഞ്ഞു. ഒന്നാമത് മുസ്ലിമീങ്ങളെ യൂണിറ്റിൽ എല്ലാവരും ഇത്തിഹാദാണ്. അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും ഇല്ലേ? 4 മദ്ഹബിൽ എത്ര അഭിപ്രായ വ്യത്യാസമുണ്ട്? 4 മദ്ഹബ് സുന്ന ജമാഅത്തിൽപ്പെട്ട 4 മദ്ഹബ് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം? എനിക്ക് ഹദീസ് അമലാക്കിയത് അന്ന് എഴുത്തില്ല, പ്രിന്റില്ല, അതില്ല, ഇതില്ല, എനിക്ക് ഹദീസ് അമലാക്കിയത്. എത്ര അഭിപ്രായ വ്യത്യാസം? കേവല ജമാഅത്തെ ഇസ്ലാമി കുറെ പഠിക്കുന്നില്ല. ജമാഅത്ത് ഇസ്ലാമി എന്തിനു ഇങ്ങനെ മൈലാക്കന്മാർ ഒട്ടിട്ട് മുഖി പിന്നിട്ട് ഇങ്ങനെ ആക്കി എന്തിനാ എത്തിക്കോ? അത് ജമാഅത്ത് ഇസ്ലാം പഠിക്കാൻ അവകാശം. തബ്ലീഗ് ജമാഅത്ത് എന്തിന് അങ്ങനെ പറഞ്ഞു? മുജാഹിദീങ്ങൾ എങ്ങനെ ഉണ്ടല്ലേ? ഹഖീഖത്ത് ഒരു ജാഹിദ് എപ്പോ എന്തൊരാക്കണമുള്ള നല്ല കാര്യം നിങ്ങൾ ചോദിക്കും. അവർക്കെല്ലാം കിട്ടും. ലോകത്ത് ഇപ്പോൾ കാദ്യന്മാരെ കാദ്യനാക്കിയത് ഇങ്ങനത്തെ ഒരു സഭ കൂട്ടില്ല, ആരാക്കി അതേപോലെ എത്ര നയിച്ചത് കാദ്യാൻ്റെ സമ പഠിച്ച് പിടിച്ച് വലിയ ഒരാളെ കാഫിൽ ഉണ്ടാക്കിയ പോലെ അതുപോലെല്ലാം പണ്ടത്തെ ആദ്യം നിങ്ങൾ ചൊല്ലുമ്പോൾ വേറെ വേറെ തെരുവുകളൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ അത് ഞങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. നാളെ ശത്രുക്കൾ RSS ഭംഗി ഈ പിന്നെ സംഗി കിങ്കി എല്ലാ ലോകത്തിരിക്കുമ്പോൾ ഞങ്ങൾ ഒരേ ഉമ്മ നബിയത്തും അന്ത ഉമ്മത്തും വാഹിദ. വ്യത്യാസമില്ല, വിചാര വികാര അഭിപ്രായ വ്യത്യാസമില്ല.
അതിൽ ഒരു മൂത്ത് ಬೇಕು. അവിടെ ನಿಂಗೆ ಪರ್ಸನಲ್ ಜೀವನ ಅದ್ರಲ್ಲಿ ಇಕ್ಕಟ್ಟಿನ